പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 2-ാം തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 29-ാം വാക്യം. എസെക്കിയേൽ ചാപ്റ്റർ 36 വേഴ്സ് 29 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്നും വളരെ അകന്നുപോയി. കാരണം മറ്റൊന്നുമല്ല, ദൈവം പറഞ്ഞതും ദൈവം കൊടുത്തതുമായ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും അവർ അനുസരിച്ചില്ല. അവരുടെ ഇടയിൽ അന്യ ദൈവങ്ങൾ കടന്നു വന്നു, അന്യ ആരാധന കടന്നു വന്നു. മാത്രമല്ല, സകലവിധ ദുർമാർഗങ്ങളും മലിനതകളും അവർക്കിടയിൽ വന്നു. തന്മൂലം ദൈവം അവരിൽ പ്രസാദിക്കുന്നതിന് പകരം കോപിക്കുകയും പലയിടങ്ങളിലായി പല സന്ദർഭങ്ങളിലായി ദൈവം അവരെ ചിതറിച്ചു കളയുകയും ജാതികളുടെ കൈകളിൽ ഏൽപ്പിക്കുകയും പ്രതികൂലത്തിലും പ്രതിരോധത്തിലും ആയിത്തീരുകയും ചെയ്തു. എന്നാൽ പ്രവാചകന്മാരുടെ നിരന്തരമായ ശുശ്രൂഷ, ഇസ്രായേൽ ജനം അനുഭവിച്ച ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും, ഇവയൊക്കെ അവരൊരു മടങ്ങിവരവിന് തയ്യാറായി. അങ്ങനെ മടങ്ങിവരവിന് തയ്യാറാവുകയും ദൈവത്തിന്റെ പദ്ധതി അവരുടെ മേൽ നിറവേറേണ്ട സമയം ആയതിനാലും സ്വർഗത്തിലെ ദൈവം പ്രവാചകനായ യെഹെസ്കേൽ കൂടെ പറയുകയാണ്: ഞാൻ നിങ്ങളുടെ സകല മലിനതകളും ഇല്ലാതെയാക്കും, നിങ്ങളെ ഞാൻ രക്ഷിക്കും. മാത്രമല്ല, നിങ്ങളുടെ ഇടയിലെ ക്ഷാമം ഞാൻ മാറ്റി ധാന്യം വിളിച്ചു വരുത്തി നിങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ്. പ്രിയ ദൈവജനമേ, ഈ ഓഗസ്റ്റ് മാസം 2-ാം തീയതി അതിരാവിലെ ഇന്നത്തെ വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ പരാജയം, തകർച്ച, വീഴ്ച എന്തേ എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുവാനും മടങ്ങി വരുവാനും, നമ്മുടെ നഷ്ടമായ നന്മകൾ, അനുഗ്രഹങ്ങൾ, സമൃദ്ധികൾ, അതിനുള്ള കാരണം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് നാം ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ടാൽ നമ്മുടെ മലിനതകളെ പോക്കുക മാത്രമല്ല, നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ക്ഷാമം അഥവാ എല്ലാവിധ ബുദ്ധിമുട്ടുകളെയും മാറ്റി നമ്മിലേക്ക് സമൃദ്ധിയെ നൽകുന്ന ദൈവമാണ്. ഈ പ്രഭാതത്തിൽ വിവിധ വിഷയങ്ങളാൽ ഭാരപ്പെട്ട് വേദനയിലും സങ്കടത്തിലുമായിരിക്കുന്ന ദൈവമക്കളെ, എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലത്തിന്റെ കാരണം? പലപ്പോഴും നമ്മൾ കരുതുന്നതും ചിന്തിക്കുന്നതും ഒന്നുമായിരിക്കുകയില്ല. നാം പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ള പലരെയും വിരൽ ചൂണ്ടും. അവർ അങ്ങനെ ചെയ്തതുകൊണ്ട്, എന്നോട് ഇങ്ങനെ ഇടപെട്ടത് കൊണ്ട്, അല്ലെങ്കിൽ എന്നോട് ഈ നിലയിൽ അവർ പ്രവർത്തിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. മാനുഷിക കണ്ണിൽ ഇതൊക്കെ ശരിയെന്ന് നമുക്ക് തോന്നിയാലും വചനപ്രകാരം ഒരിക്കലും അതായിരിക്കുകയില്ല മൂല കാരണം. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം.
തമ്പുരാൻ നമ്മുടെ മലിനതകളെ നീക്കട്ടെ, മാറ്റട്ടെ, നമ്മെ രക്ഷിക്കട്ടെ. കാരണം ഈ ലോകത്തിൽ മറ്റാർക്കും ആരെയും രക്ഷിക്കുവാൻ കഴിയുകയില്ല. നമ്മളെ രക്ഷിക്കുവാൻ കഴിയുന്നത് ഉയരത്തിലെ ദൈവത്തിന് മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്ഷാമത്തെ മാറ്റി ധാന്യത്തെ വിളിച്ചു വരുത്തി എന്നെയും നിങ്ങളെയും സമൃദ്ധിയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വിവിധ വിഷയങ്ങളാൽ താങ്കൾ ഞെരുങ്ങുന്നുണ്ട്. പല കാര്യങ്ങളും പുറത്താരോടും പറയാൻ പറ്റുന്നില്ല. എന്തിന്? സ്വന്തം രക്തബന്ധങ്ങളോട് പോലും ഉള്ള അവസ്ഥ പറയാൻ പറ്റാത്ത വിധത്തിൽ ഞെരുങ്ങുകയാണ്, തകരുകയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിനത് മനസ്സിലാവും. നിങ്ങളുടെ ഞെരുക്കത്തെ മാറ്റി, നിങ്ങളിന്ന് കടന്നു പോകുന്ന ഏതുവിധ പ്രയാസങ്ങളെയും മാറ്റി നിങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ മതിയായ ദൈവമാണ്. സമൃദ്ധി എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇന്നത്തെ ക്രൈസ്തവ ജനത ഒരു സാമ്പത്തിക സമൃദ്ധിയും ഭൗതിക നന്മയും മാത്രം അർത്ഥമാക്കുന്നവരാണ്. അങ്ങനെയല്ല. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയിൽ ക്ഷാമം നേരിട്ടിട്ടില്ലേ? വചന പഠനത്തിൽ ക്ഷാമം നേരിട്ടിട്ടില്ലേ? ആരാധനയിൽ ക്ഷാമം നേരിട്ടിട്ടില്ലേ? വ്യക്തിപരമായ ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ ക്ഷാമം നേരിട്ടിട്ടില്ലേ? ദൈവം നമുക്ക് ആരോഗ്യവും കഴിവും സമയവും താലന്തുകളും തന്നപ്പോൾ അത് വേണ്ടവണ്ണം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാത്തത് കൊണ്ട് നേരിട്ട നിരവധി ബുദ്ധിമുട്ടുകൾ നമ്മിലുണ്ട്. നേരിടുന്ന സകല ക്ഷാമത്തെയും മാറ്റുവാൻ ഇന്ന് ദൈവസന്നിധിയിൽ അടുത്തു വരിക. നമ്മളെ വർദ്ധിപ്പിക്കുന്ന, സമൃദ്ധിയിലേക്ക് നടത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ദൈവജനമേ, നിങ്ങളിത് കടന്നു പോകുന്ന വേദനകൾ, സങ്കടങ്ങൾ, കണ്ണുനീരുകൾ, വിഷമതകൾ തമ്പുരാൻ കാണട്ടെ, അറിയട്ടെ. അതിന്മേൽ ദൈവം ഇടപെടട്ടെ. അതെ, ക്ഷാമത്തെ മാറ്റി ധാന്യത്തെ വിളിച്ചു വരുത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യട്ടെ. ഈ വെള്ളിയാഴ്ച അതിരാവിലെ നിങ്ങളുടെ കണ്ണുനീരിനെ സ്വർഗം മാനിക്കട്ടെ. നിങ്ങളുടെ ഉപവാസങ്ങളെയും പ്രാർത്ഥനകളെയും ദൈവസന്നിധിയിലുള്ള ജാഗരണങ്ങളെയും കർത്താവ് തീർച്ചയായും അംഗീകരിക്കുകയും അതിന്മേൽ തമ്പുരാൻ ഇടപെടുകയും ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹമായി ദൈവകൃപയോടുകൂടെ മുന്നേറുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കട്ടെ. വചനപ്രകാരം നമ്മെ തന്നെ കീഴ്പ്പെടുത്തി നമ്മുടെ മലിനതകൾ മാറി സ്വർഗീയ രക്ഷ പ്രാപിച്ച് നമ്മുടെ ക്ഷാമങ്ങളെ എന്നേക്കുമായി നിർമാർജനം ചെയ്ത് അതെ നമ്മിൽ സമൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും വളർച്ചയുടെയും ഉയർച്ചയുടെയും ദിനങ്ങളായി തീരട്ടെ. അതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ആഗ്രഹിക്കാതെയും ഇച്ഛിക്കാതെയും കടന്നുകൂടിയ മലിനതകൾ ഉണ്ടപ്പ. ഞങ്ങൾ ഇന്ന് ഈ പ്രഭാതത്തിൽ ഏറ്റുപറയുന്നു, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി രക്ഷിക്കണമേ, വെടിപ്പാക്കണമേ. തന്മൂലം ഞങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ക്ഷാമങ്ങളെ അവിടുന്ന് മാറ്റണമേ. സ്വർഗീയ ധാന്യം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ഞങ്ങൾക്ക് സമൃദ്ധിയും അഭിവൃദ്ധിയും വളർച്ചയും നന്മകളും നൽകി ഞങ്ങളെ അവിടുന്ന് പരിപാലിക്കണം. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സമൃദ്ധിയോടെ ജീവിപ്പാനും അനേകരിലേക്ക് സമൃദ്ധിയുടെ ദാതാവായ അങ്ങേ കൊടുക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ ദൈവവചനം കേൾക്കുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും സ്വർഗം മാനിക്കണം. ഇന്നത്തെ ദിനം എല്ലാ നിലകളിലും അനുഗ്രഹത്തിന്റെ ദിനമാക്കി ദൈവകൃപയോടെ കാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വചനം പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ മലിനതകളെ മാറ്റി രക്ഷ ചെയ്യട്ടെ. നമ്മുടെ എല്ലാവിധ ദാരിദ്ര്യങ്ങളെയും ക്ഷാമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും
തമ്പുരാൻ എടുത്തു മാറ്റി. അതെ, സ്വർഗത്തിലെ ധാന്യം, വിളവിന്റെ, സമൃദ്ധിയുടെ, അനുഗ്രഹത്തിന്റെ ധാന്യം നമ്മിൽ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ചൊരിഞ്ഞ് അനുഗ്രഹത്തോടെ സമൃദ്ധിയോടെ നടത്തട്ടെ. അങ്ങനെ ഇവയൊക്കെ അനുഭവിക്കുമ്പോൾ അത് നൽകിയ ദൈവത്തെ മറക്കാതെ ഉത്തമ സാക്ഷികളായി അനേകരെ കർത്താവിലേക്ക് ആനയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ഒരുക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ കാത്ത് പരിപാലിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.